മോളുടെ കല്യാണമാണ്. കൊച്ചിന്റെ അച്ഛൻ ഇരിക്കുന്ന നോക്ക്. അതെന്ത് മോളെ കല്യാണം ഉറപ്പിച്ച അച്ഛൻ ഇരിക്കാൻ പറ്റത്തില്ലേ? ഇരിക്കാം, പക്ഷെ ഇങ്ങനെ ഇരിക്കരുത്. അയ്യോ ദൈവമേ, ഒന്ന് സമാധാനമായിട്ട് ഇരിക്കാൻ പോലും ഇവള് സമ്മതിക്കുന്നില്ല. ഇത് കണ്ടാലേ സമാധിയായിട്ട് ഇരിക്കുവാന്ന് കരുതും മനുഷ്യ. നിങ്ങളുടെ മുഖത്തെന്തീ കാണിച്ചു വെച്ചേക്കുന്നേ? അത് പിന്നെ ഞാനൊന്ന് സ്ട്രെയിറ്റ് ചെയ്യാൻ പോയത്. സാധാരണ മുടിയല്ലേ സ്ട്രെയിറ്റ് ചെയ്യുന്നേ? മുടി സ്ട്രെയിറ്റ് ചെയ്യാൻ 6000 രൂപ പറഞ്ഞു. ഞാൻ ഈ മീശ സ്ട്രെയിറ്റ് ചെയ്ത് അത് 500 രൂപയിലേക്ക് ഒതുക്കി. ചായ വേണമായിരിക്കും ഇനി അതിനും കൂടെ. ഒരു ചായ ഇങ്ങ് എടുത്തോണ്ടോ? അപ്പോ നിങ്ങളുടെ കൈക്ക് കുരുവൊന്നുമില്ലല്ലോ. കേട്ടല്ലോ കേട്ടല്ലോ ചേച്ചിമാരെ, മാതൃകാ ഭാര്യയുടെ വായിന്ന് വീണ കേട്ടല്ലോ. ഒരു ചിരി ചോറെടുത്തോണ്ട് വരാൻ പറഞ്ഞ നിങ്ങളുടെ കൈക്ക് കുരുവൊന്നുമില്ലല്ലോ. എന്റെ തുണിയൊന്ന് അലക്കിയിടാൻ പറഞ്ഞ നിങ്ങളുടെ കൈക്ക് കുരുവൊന്നുമില്ലല്ലോ. നിങ്ങൾക്കറിയോ എന്റെ മോളുടെ കല്യാണത്തിന് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ഞാൻ കിടന്ന് പാടുപെടുവാ. അതവള് പറഞ്ഞ സത്യമാ കേട്ടോ. കല്യാണത്തിന് ഡ്രസ് എടുക്കാൻ പോയപ്പം 10000 രൂപയുടെ സാരി മോക്കും 25000 രൂപയുടെ സാരി അമ്മയ്ക്കും. ആ ലവളാണ് കല്യാണത്തിന് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്നത്. നിങ്ങൾ കൂടുതൽ ഡയലോഗ് ഒന്നും പറയണ്ട. എന്റെ കുഞ്ഞെന്നെ വിളിച്ചു പറഞ്ഞ് ഡ്രസ് എടുക്കാൻ പോകുമ്പോ എന്തായാലും കാർഡും കൂടി എടുത്തോണ്ട് വരണേന്ന്. എന്ത്? ഞാൻ കാർഡൊന്നും കൊണ്ടുവന്നില്ലേ? കൊണ്ടുവന്ന് റേഷൻ കാർഡ്. ഞാൻ വിചാരിച്ചു മഞ്ഞക്കാർഡ് കാണിച്ചാ എളിവ് കിട്ടുമെന്ന്. കാർഡ് കണ്ടപ്പോ അവിടുത്തെ സെക്യൂരിറ്റി കാർ വർക്ക് ചെയ്യാൻ പോലും സ്ഥലം തന്നില്ല. അത്രക്ക് വിവരമുള്ള മനുഷ്യനാന്നേ സെക്യൂരിറ്റിക്ക് വരെ മനസ്സിലായി. നീ കൂടുതലൊന്നും പറയണ്ട. ഡി ഈ വീട് വെച്ചതാരി? മേസ്തിരി. അതല്ല, ഈ വീട് വെച്ചതാരൊക്കെ? മേസ്തിരി സംഘവും. ഞാൻ ഇന്ന് ഈ വീട് വെച്ചത് എങ്ങനെ? പ്ലാൻ വരച്ചിട്ട്. ഇനി ഞാൻ അവളോട് ചോദിക്കട്ടെ. ഞാൻ എത്ര വലിപ്പിച്ചു ചോദിച്ചാലില്ല അവൾ എന്റെ പേര് പറയത്തില്ല. അതുകൊണ്ട് ഞാൻ തന്നെ പറയാം, ഈ വീട് വെച്ചത് ഞാൻ ഭയങ്കര കഷ്ടപ്പെട്ടാണ് ഈ വീട് വെച്ചത്. അതെ, വെറുതെ കാശ് മാത്രം അയച്ചാ പോരാ, ഇതിന്റെ പുറകെ കിടന്നേ ഓടും കൂടി ചെയ്യണം. എങ്ങക്കറിയോ എന്റെ ആങ്ങളയുടെ വിയർപ്പാണ് ഈ വീട്. അത് സത്യമാ കേട്ടോ. എനിക്ക് വീട് വെച്ചപ്പോ വാട്ടർ ബില്ലൊന്നും അടയ്ക്കേണ്ടി വന്നില്ല. ആങ്ങളെ വിയർപ്പെടുത്താണ് ഞാൻ സിമന്റ് കളിക്കാതും പെയിന്റ് കളിക്കാതും ഈ വീട് വെച്ചതും. എടി തള്ളുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. പിന്നെ എന്റെ അച്ഛന്റെ മേൽനോട്ടുള്ളോണ്ടെ കേറി കിടക്കാൻ നല്ലൊരു വീട് തന്നെ ഉണ്ടായത്. ലവളച്ഛന്റെ മേൽനോട്ടം, ലവളമ്മ അവളെ അച്ഛനെ വടക്കേ പുറത്ത് കാക്ക ഗോതമ്പ് കൊത്തി തിന്നാൻ വന്ന ഓടിച്ചു വിടാൻ ഇരുത്തിയിരുന്നതാ. അമ്മായി അച്ഛനല്ലേന്ന് കരുതി വീട് വെച്ചപ്പോ മേൽനോട്ടത്തിന് ഞാൻ കൊണ്ടിരുത്തി. അതുകൊണ്ട് എന്ത് ഒരു ഉപയോഗം ഉണ്ടായി? പ്രത്യേകിച്ചൊരു നോക്കുകുത്തി മേടിച്ചു വെക്കേണ്ടി വന്നില്ല. അതിന്റെ കാശ് ഞാൻ ലാഭിച്ചു. മനുഷ്യ, നിങ്ങൾ കൊറേ അങ്ങ് കളിക്കല്ലേ. എന്റെ ആങ്ങൾ എന്തോരം പ്രാർത്ഥിച്ചെന്നറിയോ ഈ കല്യാണം നന്നായിട്ട് നടക്കാൻ നേർച്ച വരെ നടത്തി. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നതായിരിക്കും നമ്മളടുത്തുള്ള സ്നേഹം കൊണ്ടാണെന്ന്. പക്ഷെ അതൊന്നുമല്ല എന്റെ പൊന്നു ചേച്ചി. ലവളാങ്ങളെയാണ് ഞങ്ങളുടെ കല്യാണത്തിന്റെ ഈവന്റ് മാനേജ്മെന്റ് നടത്തണത്. വീട് വെച്ചപ്പോഴേ അവരെന്നെ പറ്റിച്ചതാ. ഞാൻ ഒരു വീട് വെച്ച കാശ് കൊണ്ട് അവർ 2 വീട് വെച്ചു. ഇനി ഞാൻ എന്റെ ഒരു മോളെ കല്യാണം കഴിപ്പിച്ചയക്കണ വഴി അവന്റെ 2 പെമ്മക്കളെയും കല്യാണം കഴിപ്പിച്ചയക്കാനാണ് അവന്റെ പ്ലാൻ. നിങ്ങളോ ചെയ്യുന്നില്ല, ചെയ്യുന്നവരെങ്കിലും ചെയ്തോട്ടെ. അവൻ ഇതുവരെയായിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു കാശ് പോലും വാങ്ങിയിട്ടില്ലല്ലോ. ഈ കല്യാണത്തിന്റെ എല്ലാ അഡ്വാൻസ് അവൻ തന്നെയാ കൊടുത്തത്. അതുകൊണ്ടാ ഞാൻ പറഞ്ഞ ഇത് എന്റെ ആങ്ങളെയും ഞാനും ഈ വീടിന്റെ വിയർപ്പ്. അത് തന്നെ. ഇനി കുറച്ചു ദിവസം കഴിയുമ്പോൾ അവൻ വരും ഒരു വലിയ ബില്ലും കൊണ്ട്. സഹകരണ ബാങ്ക് ജപ്തി ചെയ്തോണ്ട് പോകുന്ന കണക്കാണല്ലോ അവൻ ബില്ലും കൊണ്ട് വരുന്നത്. ഭഗവാനേ, ഭഗവാനേ, എന്റെ അളിയനും ചേച്ചിക്ക് നല്ലത് വരണേ ഭഗവാനേ. എന്താ മോനെ കയ്യില്? അത് അളിയനും ചേച്ചിക്ക് നല്ലത് വരാൻ വേണ്ടിയിട്ട് ഞാനൊരു കുടുംബാർച്ചന നടത്തിയതിന്റെ പ്രസാദമാ. അതൊന്നും ആയിരിക്കത്തില്ല. നീ ഒന്ന് നക്കി നോക്ക്. വല്ല തട്ടിയടയിലും കയറി പട കഴിച്ചു ബാക്കി എന്ന ചമ്മന്തി കൊണ്ട് തന്നേക്കുമായിരിക്കും. എന്റെ അളിയ, ഒരു കല്യാണമായിട്ട് ഇങ്ങനെയൊക്കെ നിന്നാ മതിയോ? നിനക്ക് നിന്റെ പെങ്ങൾക്കും എന്ത് പ്രാന്ത? അവക്ക് രാവിലെ ഞാൻ ഇരിക്കണേന് പ്രശ്നം, നിനക്കിപ്പൊ ഞാൻ നിക്കണേന് പ്രശ്നം. അതല്ല അളിയ, ഒരു കല്യാണമായിട്ട് ഈ വീട്ടിൽ എന്തൊക്കെ ജോലിയുണ്ട്? അളിയൻ എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞൂടെ? സദ്യന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നോ? പിന്നെ എത്ര കൂട്ടം പായസം വേണം? ഇവൻ അത്ര ശരിയുള്ള അളിയനൊന്നും അല്ലെങ്കിലും എന്റെ അടുത്ത് ഒരു ഭയങ്കര സ്നേഹ. നീയെങ്കിലും ചോദിച്ചില്ലടാ അത്. ഒരു 5 കൂട്ടം പായസം അങ്ങ് വെച്ചോ. എന്നാ 3 കൂട്ടം മതി. 5 കൂട്ടമാണ് പറഞ്ഞത്. അതിന് അളിയനോട് അഭിപ്രായം മാത്രമേ ചോദിച്ചുള്ളൂ. ഞാനും എന്റെ ചേച്ചിയും കൂടി തീരുമാനം എടുത്തോളാം. പിന്നെ എവിടെ തൊട്ട് പൂപ്പന്തലിടണം? അത് കേറി വരുന്ന വഴി മൊത്തം ഇട്ടോ. എന്നാ പകുതി തൊട്ടിട്ടാ മതി. അതും പകുതിയാ? അത് ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചതാ. പിന്നെ ഒരു രസം കൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. രാവിലെ വരുന്നവർക്ക് എന്ത് കുടിക്കാൻ കൊടുക്കണം? അതിനെനിക്ക് ഒരഭിപ്രായവും ഇല്ല. അതെന്താ? ഞാൻ അഭിപ്രായം പറഞ്ഞിട്ട് വേണം നിങ്ങൾ വരുന്നവർക്ക് പച്ചവെള്ളം പോലും കൊടുക്കാതിരിക്കാൻ. കല്യാണത്തിന്റെ തലേ
ദിവസം വരുന്നവർക്ക് എന്താ കഴിക്കാൻ കൊടുക്കണ്ടേ? ഇഡലി സാമ്പാറും കൊടുത്താൽ മതി. ഇവിടെ ആരെങ്കിലും 16 അടി നേരം നടക്കണം ഇഡലി സാമ്പാറും കൊടുക്കാൻ. വായിക്ക് രുചിയുള്ള വല്ല ഉണ്ടാക്കി കൊടുറാ. നിങ്ങൾ രണ്ടുപേരും വിഷമിക്കണ്ട, അതിന്റെ കാര്യമൊക്കെ ഞാൻ ഏർപ്പാട് ചെയ്യാം. പിന്നെ ചേച്ചി, നമ്മൾ ഈ ചടങ്ങ് നല്ല രീതിയിൽ നടത്താൻ വേണ്ടിട്ടേ ഞാനൊരു പുഷ്പാർച്ചന നടത്തിയിട്ടുണ്ട് ക്ഷേത്രത്തില്. പിന്നെ അളിയൻ അതിന്റെ പൈസ അങ്ങ് തരണം. ഒരു പുഷ്പാർച്ചനയല്ലേ ഞാൻ തരാം, എന്റെ കുഞ്ഞിന്റെ കാര്യത്തിനല്ലേ. എന്നാ 25,000 രൂപയേ ഉള്ളൂ. 25,000 രൂപയോ ഒരു പുഷ്പാർച്ചനയ്ക്ക്? ഇത് ഈ കാശി പോയി നടത്തിക്കൊണ്ട് വരണ്ടേ? എടാ, നിനക്ക് ടൂർ പോണെങ്കിൽ നീ നിന്റെ കാശെടുക്കും, അല്ലാതെ എന്നെ പറ്റിച്ചിട്ടല്ല ടൂർ പോവാൻ. അതെങ്ങനെ അപ്പൂപ്പന്റെ അസ്ഥി എടുക്കാൻ ഗംഗ പോണോന്ന് പറഞ്ഞിട്ട് കാശ് മേടിച്ചോണ്ട് വേൾഡ് ടൂർ പോയ ഫാമിലിയല്ലേ? അതൊക്കെ പോട്ടെ, ഇവിടെ മറ്റേ കല്യാണമാലയുടെ കാര്യം എന്തായി? അതൊക്കെ ഞാൻ എപ്പോഴെടുത്ത് ഫ്രിഡ്ജ് വെച്ച്. അപ്പൊ ബൊക്കെയോ? അതും ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യ്, ആ താലിമാലയും പെണ്ണിനെ ചെറുക്കലൊക്കെ എടുത്ത് ഫ്രിഡ്ജിനകത്ത് തള്ളി അങ്ങ് കയറ്റി, എന്നിട്ട് അവിടെ വെച്ച് അവരെ കല്യാണം അങ്ങ് നടത്ത്. ആരെയാലും കാണിക്കുന്ന പരിപാടിയാന്നോ കല്യാണമാലയൊക്കെ എടുത്ത് ഫ്രിഡ്ജിനകത്ത് വെക്കുന്നത്? നിങ്ങളോ ചെയ്യുന്നില്ല, അവനെങ്കിലും ചെയ്തോട്ടെ. പിന്നെ ചേച്ചി, കല്യാണ പെണ്ണിന് പോകാനുള്ള കാറൊക്കെ ഞാൻ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അല്ല, ആരൊക്കെയാണ് അതിൽ കയറുന്നേ? ചേച്ചിയും മോളും ഞാനും എന്റെ ഭാര്യയും. അപ്പൊ ഞാൻ വരണ്ടേ? അളിയന് പോകാനേ സദ്യ കൊണ്ടുവന്ന ഉണ്ടാവില്ലേ, അതിന്റെ പെട്ടിയോട്ട ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിന് കയറി പോയിക്കോ, അവർക്ക് വഴി അറിയത്തില്ലെന്ന്. അതില് നിന്റെ അച്ഛൻ്റെ അടുത്ത് പോകാൻ പറയണ? എന്റെ അച്ഛനെ പറയുന്നോ? അയ്യോ, ഞാൻ നിന്റെ അച്ഛനെ പറഞ്ഞതല്ല. നിന്റെ അച്ഛനാണല്ലോ ഈ സദ്യയുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത്. അതുകൊണ്ട് അച്ഛനോട് ആ വണ്ടി കയറി പോകാൻ പറഞ്ഞതാ. ഞാൻ കല്യാണത്തിന് വന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലല്ലോ, എല്ലാം നടത്താൻ അവിടെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. പിന്നെ സതീശൻ ചേട്ടൻ വിളിച്ചു പറഞ്ഞ് സതീശൻ ചേട്ടന്റെ വീട്ടിന് മുമ്പിൽ കാറും കൊണ്ട് വന്നില്ലെങ്കിൽ വരത്തില്ലെന്ന്. അതെന്തൊരു തെമ്മാടി തരാ. അല്ലെങ്കിൽ ഈ സമയത്താണോ നിങ്ങൾക്ക് ഒരേ ഒരു ഏട്ടനല്ലേ ഉള്ളൂ? ഈ സമയത്താണോ ഇങ്ങനെ പൊങ്ങച്ചം കാണിക്കേണ്ടത് ചേച്ചി? അതെ, പൊങ്ങച്ചം കാണിച്ചതൊന്നുമല്ല. പിന്നെ മണ്ട പോയ തെങ്ങില് തത്ത എടുക്കാൻ കയറിയപ്പോ കൈ തെറ്റി താഴെ വീണ് ഇപ്പൊ വീൽ ചെയറിലാന്ന് പുള്ളിയുടെ വീട്ടിൽ പോയി കാറും കൊണ്ടുപോയി എടുത്തില്ലെങ്കിൽ പുള്ളിക്ക് വരാൻ പറ്റത്തില്ല, സ്റ്റെപ്പൊന്നും ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ. അല്ലാതെ അഹങ്കാരം കൊണ്ടൊന്നും അല്ല. അതെ, മരുവൻ വിളിച്ചായിരുന്നു. അവര് കല്യാണം കഴിഞ്ഞ് ഇവിടെ 5 ദിവസമേ നിക്കത്തുള്ളൂ. 6ാം ദിവസം അവര് ദുബായിൽ പോവാ സ്കൈ ഡൈവ് ചാടാൻ. അതെന്തരടാ? അതെ, ഈ ഫ്ലൈറ്റിൽ നിന്ന് കൊടയും പിടിച്ച് ചാടുന്നില്ലേ? കൊടയും പിടിച്ച് ചാടുവോ? ഈ കെട്ടും ചൂട്ടും. കെട്ടും ചൂട്ടുവോ? പാരച്ചൂട്ടാണോ ഉദ്ദേശിച്ചത്? അത് തന്നെ. എനിക്ക് തോന്നുന്നില്ല അവൻ പാരച്ചൂട്ടി ചാടാൻ പോകും. എന്താ എടി, നമ്മളെ മോളല്ലേ അവൻ കെട്ടുന്നേ. കെട്ട് കഴിഞ്ഞ് 2ാമത്തെ ദിവസം അവൻ കിണറ്റി ചാടാതിരുന്നാ മതിയായിരുന്നു. എങ്ങനെ സഹിക്കാനാണ്? പിന്നെ നിങ്ങളോട് രണ്ടുപേരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഹൽദിക്ക് കളിക്കാനുള്ള ഡാൻസ് പഠിച്ചോന്ന് മോൾ ചോദിച്ചായിരുന്നു. ഈ പ്രായത്തിലൊക്കെ എങ്ങനെയാടാ ഡാൻസ് ഒക്കെ കളിക്കുന്നത്? ഹൽദി ആയോണ്ടേ നാളെ വൈകിട്ടേ മോക്ക് വരാൻ പറ്റത്തുള്ളൂ. അവളെ ഫ്രണ്ട്സ് ഒക്കെ വരില്ലേ, അപ്പൊ നല്ല അടിപൊളിയായിട്ട് കളിക്കണം. അപ്പൊ അതിന്റെ ഒരു വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കളിച്ചോ, ഞാൻ ആ വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കാം. വീഡിയോ അന്ന് വെഡിങ് ആനിവേഴ്സറിക്ക് ഒരു പാട്ട് കളിച്ചില്ലേ, ആ പാട്ട് എന്നെ കളിക്കാം. ഇവിടെ ഒന്നുമില്ലേ? സദ്ഗുണ ജയശീല വേണു ഗോപാല രാജിത സദ്ഗുണ അമ്പാടി കുയിലല്ലേ പൊന്നോട കുഴലല്ലേ മറുവെണ്ണ കുടമല്ലേ അമ്പാടി കുയിലല്ലേ പൊന്നോട കുഴലല്ലേ. ഇതിന്റെ കൊറിയോഗ്രാഫി ആരാ? എന്തിനാ? നിനക്ക് കണ്ട് പഠിക്കാനാ? കുറ്റിച്ചൂലെടുത്ത് അടിച്ചാൽ പോലും മതിയാവത്തില്ല. അമ്മ അതിന് കാട്ടിക്കൂട്ടലല്ലേ ഇവിടെ കാട്ടിക്കൂട്ടുന്നേ. അവളോട് ഞാൻ പറഞ്ഞോളാം, ഇത്രയും കോടി ലക്ഷം രൂപ മുടക്കി വെച്ചതല്ലേ ഈ വീട്. കല്യാണത്തിന്റെ കാര്യമാണെന്ന് ഉദ്ദേശിച്ചത്? ഹലോ. അയ്യോ അയ്യോ അയ്യോ, എന്നാ പറ്റിയ? അതല്ല, അവിടുന്ന് 2 അയ്യോ കേട്ട് അപ്പൊ കോറസ് നമ്മുടെ മോളുടെ കല്യാണം മുടങ്ങി. ശരിക്കും മുടങ്ങിയ? സ്വന്തം മോളുടെ കല്യാണം മുടങ്ങിട്ട് ഇങ്ങനെ കിടന്ന് ചിരിക്കുന്ന. കല്യാണം മുടങ്ങും, ചിലപ്പോ നടക്കും. അവളെ കല്യാണം ഇപ്പൊ മുടങ്ങി പോയാലും ഞാൻ അവൾക്ക് വേറെ ചക്കനെ കണ്ടുപിടിച്ച് കല്യാണം നടത്തി കൊടുക്കും. പക്ഷേ ഇതെങ്ങനാന്നോ, അവൻ എത്രയോ അഡ്വാൻസ് എടുത്ത് കൊടുത്ത് അവന്റെ പൈസ എല്ലാം പോയില്ലേ. അതിന് നിങ്ങൾ ഇങ്ങനെ കിടന്ന് സന്തോഷിക്കുന്നേ? അയ്യോ, നമ്മുടെ വിയർപ്പൊന്നും അല്ലേ, നിങ്ങളെ വിയർപ്പാണ്. പെങ്ങളെ ഫ്ലവേഴ്സ്
ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്.